നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷത്തിൽ. കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 26 ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന വനിതയുടെ പരാതിയിൽ ഒളിവിലായിരുന്ന ASI അറസ്റ്റിൽ. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച അലങ്കാര കമാനത്തിന്റെ സമർപ്പണം നടത്തി. പാലപ്പിള്ളി പിള്ളത്തോടിനു സമീപം പുലി ഇറങ്ങി. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ കാർ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷത്തിൽ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം. ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ദേവാലയങ്ങളിലും പാതിരാ കുർബാനകൾ നടക്കും. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതുപോലെ ക്രിസ്മസ് നക്ഷത്രം, പുൽക്കൂട്, സാന്താക്ലോസ് എന്നിവയും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 26 ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന വനിതയുടെ പരാതിയിൽ ഒളിവിലായിരുന്ന ASI അറസ്റ്റിൽ. ആളൂർ മണക്കാടൻ വീട്ടിൽ വിനോദ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വടമ കാട്ടിക്കരക്കുന്ന് കണ്ണൻകാട്ടിൽ വീട്ടിൽ ശരണ്യയുടെ പരാതിയിലാണ് അറസ്റ്റ്. ശരണ്യയുടെ ഭർത്താവ് രാഹുലിന്റെ ബന്ധുവാണ് വിനോദ് കുമാർ. അന്നമനട സ്വദേശി സുമേഷ്, രഞ്ജിത്ത് എന്നിവർ കൂട്ടുപ്രതികളാണെന്നും ഇവർ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. 2021 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം. പരാതിക്കാരിയുടെ അച്ഛന്റെയും ഭർത്താവിന്റെയും കയ്യിൽ നിന്ന് വിനോദ് കുമാർ നേരിട്ടും മറ്റു 2 പ്രതികൾ അക്കൗണ്ട് മുഖേനയും പലതവണ പണം കൈപ്പറ്റിയെന്നാണ് പരാതി. കേരള ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനമെന്ന് പറയുന്നു. ഏപ്രിൽ 19-നാണ് ആളൂർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് CI KM ബിനീഷ് പറഞ്ഞു. SI-മാരായ സുരേന്ദ്രൻ, ബിജു ജോസഫ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബാബു, CPO ഡാനിയൽ, ജീവൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിനു സമീപം നിർമ്മിച്ച അലങ്കാര കമാനത്തിന്റെ സമർപ്പണം നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പൂനിലാർക്കാവ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി E രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, EV അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അലങ്കാര കമാനം സ്പോൺസർ ചെയ്ത ദ്വാരക കാറ്ററേറ്റ്സ് ഉടമ സുരേഷ് മേനോനെ ആദരിച്ചു. ക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടിൻ്റെ ഐശ്വര്യമാണ്. വലിയ ഒരു പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. ഈ കൊടകരയുടെ ദേശീയ ഉത്സവമാണ് നമ്മുടെ ഇവിടുത്തെ ഷഷ്ടി മഹോത്സവം, അതുപോലെ തന്നെ കാർത്തിക വിളക്കുമൊക്കെ. നാടിൻ്റെ ഐശ്വര്യദായകമായി നിൽക്കുന്ന ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഒരു അലങ്കാര ഗോപുരം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റിനൊക്കെ ഈ ഓണത്തിൻ്റെ തലേദിവസം ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ പോലുള്ള ഒരു ദിവസമാണ് ഈ ക്രിസ്മസിൻ്റെ തലേദിവസം, ക്രിസ്മസ് ഈവ്. എല്ലാവർക്കും ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ചെറിയൊരു പരിപാടിയാണോ, അത് വലിയ പരിപാടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേര് പങ്കെടുക്കുന്ന ചെറിയൊരു പരിപാടി, അതിന് പോലും സമയം കണ്ടെത്തി വന്ന ഈ 2 പേർക്കല്ല, ഈ വന്ന എല്ലാവർക്കും ദിവസത്തിൻ്റെ. പാലപ്പിള്ളി പിള്ളത്തോടിനു സമീപം പുലി ഇറങ്ങി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരന്റെ മുൻപിലൂടെയാണ് പുലി ഓടിപ്പോയത്. തോട്ടത്തിൽ നിന്നും റോഡിലേക്ക് ചാടിയ പുലി തൊട്ടടുത്ത തോട്ടത്തിലേക്ക് പോയതായി പറയുന്നു.
2 ദിവസം മുൻപ് നാടാപ്പാടം ഗേറ്റിന് സമീപത്തെ തൊഴിലാളികളുടെ പാടിക്ക് സമീപം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇതിനു മുൻപ് പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ തോടിന് സമീപത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പാലപ്പിള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പുലിയുടെ ആക്രമണം പതിവായിരിക്കുകയാണ്. വലിയകുളത്ത് തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി 2 ദിവസമാണ് പുലി ഇറങ്ങിയത്. ഇവിടെ ഒരു പശുക്കുട്ടിയെ ആക്രമിക്കുകയും ഒരെണ്ണത്തിനെ കൊല്ലുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായതോടെ പുലിയെ പിടികൂടാനുള്ള കൂട് എത്രയും വേഗം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി കേസുകളിലെ പ്രതിയായ ആളൂർ സ്വദേശി തച്ചമ്പള്ളി വീട്ടിൽ 36 വയസ്സുള്ള നിഖിലെന്ന ഇല നിഖിലിനെ പോലീസ് പിടികൂടി. മേലൂർ കുന്നപ്പള്ളി ദേവരാജഗിരി ക്ഷേത്ര പരിസരത്ത് നിന്ന് കൊരട്ടി SHO അമൃതരംഗനും സംഘവും ചേർന്നാണ് പിടികൂടിയത്. വധശ്രമം, ചന്ദനക്കടത്ത്, കഞ്ചാവ് കേസ്, വ്യാജ മദ്യവിൽപ്പന തുടങ്ങി 14ഓളം കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കാപ്പ ചുമത്തി പുറത്താക്കിയ ശേഷം പ്രതി കൊരട്ടി സ്റ്റേഷൻ പരിധിയിൽ വരുന്നുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്ര ഉത്സവ പറമ്പിൽ നിന്നും പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർമാരായ സിജിൻ MJ, റെജിമോൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ASI രഞ്ജിത്ത് VR, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജീഷ് കുമാർ, ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ കാർ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. കൊരട്ടി പെരുമ്പിയിൽ വെച്ച് കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. ഡ്രൈവറടക്കം 5 സ്വാമിമാരാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റ യാത്രക്കാരെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട മേഖലയായ പെരുമ്പി വളവ് കഴിഞ്ഞു വന്ന കാർ സുരക്ഷാ കുറ്റികളിൽ ഇടിച്ച് പലതവണ തലകീഴായി മറിയുകയായിരുന്നു. പലവട്ടം മറിഞ്ഞു നീങ്ങിയ കാർ റോഡരികിലെ മരത്തിൽ തട്ടി നിന്നതിനാൽ ഏതാണ്ട് 20 അടി താഴ്ചയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് സ്വാമിമാരെ നാട്ടുകാരും കൊരട്ടി പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നഗരവീഥികൾ കൈയടക്കി കൊച്ചു മാലാഖമാരും പാപ്പമാരും. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഗാ കരോൾ ബാബിനോ 2024 വേറിട്ട കാഴ്ചയായി. നോർത്ത് ചാലക്കുടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മെഗാ കരോൾ പള്ളിയിൽ സമാപിച്ചു. ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ഫാദർ ജോളി വടക്കൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോഷി പുത്തരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ ആരംഭിച്ച കരോൾ ഘോഷയാത്രയിൽ കുട്ടി മാലാഖമാർ, കുട്ടി പാപ്പമാർ, സ്കേറ്റിംഗ് വീലിലുള്ള പാപ്പമാർ, നിരവധി നിശ്ചല ദൃശ്യങ്ങൾ, യുവതികളുടെ ഡാൻസ്, ചട്ടയും മുണ്ടും ധരിച്ച അമ്മമാർ, യഹൂദ സ്ത്രീകൾ, ആട്ടിടയർ, ഒട്ടകം, കുതിരയെ പൂട്ടിയ കുതിരവണ്ടിയും എല്ലാം കരോളിനെ ഏറെ ആകർഷകമാക്കി. സഹവികാരിമാരായ ഡിക്സൺ കാഞ്ഞുകാരൻ, ജിബൻ നായത്തോടൻ തുടങ്ങിയവരും കൈക്കാരന്മാരും കരോളിന് നേതൃത്വം നൽകി. ഒരു അവസരമാണ്. കാരണം യുദ്ധങ്ങൾ ഒരു ഭാഗത്ത്, കോവിഡിൻ്റെ ഉത്കണ്ഠകൾ മറ്റൊരു ഭാഗത്ത്, പ്രകൃതിക്ഷോഭങ്ങൾ വേറൊരു ഭാഗത്ത്, വന്യമൃഗങ്ങളുടെ ശല്യം മറ്റൊരു ഭാഗത്ത്, രോഗങ്ങളുടെ അസ്വസ്ഥത, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിക്കഴിയുന്ന ജനതതി മറ്റൊരു ഭാഗത്ത്, വർഗീയത വേറൊരു ഭാഗത്ത്, ഇങ്ങനെ എല്ലായിടത്തും അസ്വസ്ഥതകളുണ്ട്. വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ പോലീസ് പിടിയിൽ. വെള്ളാങ്ങല്ലൂർ സ്വദേശി നടുവളപ്പിൽ പ്രജിത്തിനെയാണ് ചാലക്കുടി DYSP K സുമേഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 5 വർഷം മുൻപ് പ്രണയം നടിച്ചാണ് പ്രതിയും പ്രതിയുടെ ഭാര്യയും ചേർന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും വീട്ടമ്മയിൽ നിന്നും വാങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. വീഡിയോ കോളിലൂടെ നിർബന്ധിച്ച് നഗ്നശരീരം കാണിക്കുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തി ഏകദേശം 6.5 പവൻ സ്വർണ്ണാഭരണവും 13 ലക്ഷത്തോളം രൂപയും പ്രതി പലപ്പോഴായി കൈവശപ്പെടുത്തിയതായും പറയുന്നു. പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ഫൈനാൻസിൽ നിന്നും എടുക്കുവാൻ വേണ്ടി പ്രതിയുടെ ഭാര്യയെ കൊണ്ട് വീട്ടമ്മയെ വിളിച്ച് ഫൈനാൻസിലെ സ്റ്റാഫാണെന്നും പറഞ്ഞും പ്രതി പണം വാങ്ങിച്ചിരുന്നത്. വീട്ടമ്മ ഭർത്താവും മറ്റും വീട്ടുകാരറിയാതെയാണ് പ്രതിക്ക് പണവും സ്വർണ്ണാഭരണങ്ങളും നൽകിയിരുന്നത്. വീഡിയോ കോൾ ചെയ്തപ്പോൾ പകർത്തിയ നഗ്നചിത്രം ഭർത്താവിനെയും മറ്റും കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും പ്രതി പണം വാങ്ങിച്ചിരുന്നതായി പറയുന്നു.
പണവും സ്വർണ്ണാഭരണവും ലഭിക്കാതെ വന്നപ്പോൾ വീട്ടമ്മ വീട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കളമശ്ശേരിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. SI-മാരായ PK ഷാജു, ബസന്ത്, TV സുനിൽകുമാർ, സതീശൻ മടപ്പാട്ടിൽ, ASI-മാരായ KM വിനോദ്, സിൽജോ VU എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷത്തിൽ. കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 26 ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന വനിതയുടെ പരാതിയിൽ ഒളിവിലായിരുന്ന ASI അറസ്റ്റിൽ. കൊടകര പൂനിലാർക്കാവ് ദേവീ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച അലങ്കാര കമാനത്തിന്റെ സമർപ്പണം നടത്തി. പാലപ്പിള്ളി പിള്ളത്തോടിനു സമീപം പുലിയിറങ്ങി. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ കാർ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.